എന്തൊക്കെയോ अच्छा किस में होता उसका मतलब वहाँ पूछना अब समझ में आएगा उसे। ओह ऐसे क्या जा रहा है उसके पास किसका रोना ओह കളിയാക്കല്ലേ എന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ, പിന്നെയും കളിയാക്കി. ഒരു മുത്തുകവും അതെന്താന്ന് കണ്ടുപിടിക്കാൻ പോയിട്ടാ വേണ്ടാത്ത കുടിക്കലൊക്കെ ഞാൻ പോയി ചാടിയത്. ഒരു വല്യമ്മയുടെ തല്ല് കിട്ടി, കാടന്മാരൊക്കെ എന്നെ പിടിച്ചു കിട്ടി, മാനവും പോയി. അപ്പൊ പിന്നെ അതും പറഞ്ഞ് കളിയാക്കി. അർത്ഥം പറഞ്ഞു കഴിഞ്ഞപ്പോഴാ അതുവരെ ഒതുക്കി വെച്ചിരുന്ന ദേഷ്യവും സങ്കടവും നാണക്കേടും ഒക്കെ പുറത്തു വന്നത്. മനഃപൂർവ്വം അല്ല, ഇതിനൊക്കെ ആവുമെന്ന് ഞാൻ കരുതിയില്ല. എങ്ങനെയാ ക്ഷമ ചോദിക്കണമെന്ന് അറിയാമായിരുന്നെങ്കിൽ. വേണ്ട, തെറ്റ് എന്റെയും കൂടെ. പുഴയിൽ വെള്ളം കയറിയെന്നൊക്കെ ഞാൻ കള്ളം പറഞ്ഞതാ. ദേഷ്യം വെറുതെ 2 ദിവസം മാണിക്കനിട്ട് കുരങ്ങളിപ്പിക്കാൻ തോന്നി. ഇങ്ങനെയൊക്കെ ആവുന്ന ഞാനും കരുതിയില്ല. 2 दिनों तक उसे वो परेशान करने जाती थी। കാർത്തുമ്പി വീട്ടിൽ ചെല്ലുമ്പോ ഇല്ല, നേരത്തെ മാണിക്കൻ തന്നെ പറഞ്ഞില്ല. अच्छा इसके पास घर भी नहीं है ना വീടും കൂടെ ഒന്നുമില്ല. പിന്നെ ആകെ ഉണ്ടായിരുന്നത് ഒരു മൂത്ത പെങ്ങളാ. നേരത്തെ കാടന്മാര് പറഞ്ഞില്ലേ ഒരു മല്ലിക്കെട്ടിനെ പറ്റി? അതാ എന്റെ പെങ്ങളുടെ ഭർത്താവ്. മൈസൂർ പോലീസിലാ. അവിടുത്തെ ഏറ്റവും വലിയ റൗഡിയും പോലീസും ഒക്കെ മല്ലിക്കെട്ടാ. അയാളുടെ നിഴല് കണ്ടാ മതി, നാട്ടുകാർ വിറയ്ക്കും. എന്റെ പെങ്ങളെ ഞാൻ നോക്കി നിൽക്കെ ഞെക്കി കൊന്നതാ. എന്നിട്ട് വീടിന്റെ ഉത്തരത്തിന്മേൽ തൂങ്ങി ചത്തുന്ന് കേസും എഴുതി. ആരാ ചോദിക്കാൻ? എന്നെ കെട്ടാൻ വേണ്ടിയാ പെങ്ങളെ കൊന്നതെന്നാ എല്ലാവരും പറയുന്നത്. അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാ ഞാൻ ഈ നാടകം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എന്റെ കൂടെ ഉണ്ടായിരുന്നത് അമ്മാവനൊന്നുമല്ല, മല്ലിക്കെട്ടിന്റെ ഒരു അകന്ന ബന്ധുവാ. എനിക്ക് മാണിക്കനോട് വിരോധമൊന്നുമില്ല. സത്യം പറഞ്ഞാല് നമ്മൾ തമ്മിലുണ്ടായ പിണക്കമൊക്കെ എനിക്കൊരു ഹരമായിരുന്നു. എന്റെ ഓർമ്മയില് ഞാൻ ഇത്രയും രസിച്ച നാളുകള് എന്റെ കുട്ടിക്കാലത്ത് പോലും ഉണ്ടായിട്ടേ ഇല്ല, ഇനി ഉണ്ടാവുകയില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ മാണിക്കനോട്, നന്ദി. കിട്ടതിന്, രക്ഷിച്ചതിന്, ചായ വാങ്ങി തന്നതിന്, കരയിപ്പിച്ചതിന് ഒക്കെ നന്ദി. പാടത്തിനക്കരെ വീട്, പാടത്തിനക്കരെ വീട്. ഒരു കാര്യം ചോദിക്കണം. മാണിക്കൻ എന്താ ചോദിക്കാൻ? എന്തോ ചോദിക്കണം വെച്ചു, മറന്നു. ഞാനും എന്തോ ചോദിക്കണം വെച്ചു. വേണ്ട, വരട്ടെ. ഒന്ന് വിളിക്കായിരുന്നില്ലേ എന്നെ കൂടെ? ആരുമില്ലെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞതല്ലേ? ബാല്യക്കാരിയായിട്ടെങ്കിലും നിൽക്കായിരുന്നല്ലോ. ये चाहते थे ना उसको अपने साथ लेके जाए. ये चाहते थे ना कि वो पूछे मुझे. മരമണ്ടി എല്ലാം എന്റെ കുഴപ്പം തന്നെ. വെറുതെ ഓരോന്ന് മോഹിക്ക. പെട്ടെന്ന് ഓർത്തു എന്താ ചോദിക്കേണ്ടതെന്ന്. വേഗം ചോദിച്ചോളൂ. ഇനി പോരുന്നോ? കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ.
क्या ये? केले का फूल। अच्छा മണിക്കാപ്പിട്ട് പാടിപ്പറ इनसे पहले कैसे पहुंच गए? अच्छा वो तो बीच में वो रुके भी थे ना। വണ്ടിയിൽ നിന്ന് ഇറങ്ങില്ലെന്ന് ഞാൻ പറയും. കാര്യങ്ങളൊക്കെ नहीं പറയാൻ इसने സമയമാവുന്നവരെ तो जानबूझ के घुमाया ना उसे। ശത്രുക്കളായിരുന്നാ മതി. ഒക്കെ പറഞ്ഞവരെ. സമാധാനമായി. തമ്പ്രാൻ ചേട്ടാ കൈയും കാലും ഒക്കെ ഉണ്ട്. പെണ്ണെവിടെ? തോണ്ടേ वो तो उससे प्यार कर रहा है। എന്റെ മണിക്കുട്ട നീ ഇങ്ങെത്തിയോ? എന്റെ ഉള്ളിൽ തീയായിരുന്നു. നാക്ക് വളച്ച നുണ പറയുന്ന ഈ കള്ളം പറയുന്നത് വല്ലതും വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ എന്തോരം നേർച്ചയാ നേർന്നേ. ഞങ്ങളും ഒരു നേർച്ച നേർന്നയെ പറ്റിയ അബദ്ധ എല്ലാം പറഞ്ഞേട്ടാ. അല്ല ഇതാരാ? ഇവളുടെ കാര്യം ഒന്നും എന്റെ അടുത്ത് ചോദിക്കണ്ട, പിടിച്ച് കയറ്റി എടുത്ത് ചോദിച്ചാൽ മതി. കാര്യങ്ങളൊക്കെ ശ്രീകൃഷ്ണൻ പറഞ്ഞു. മുഴുവനും പറഞ്ഞോ? ഞാൻ എല്ലാം പറഞ്ഞു. എന്നാ ഇപ്പൊ ഇവള് പറയുന്നതും കൂടെ കേട്ടോണ്ടാട്ടെ. പോകാനൊരിടമില്ല, അതുകൊണ്ട് എന്തെങ്കിലും വേല ചെയ്ത് ഇവിടെ നിന്നോളാന്ന്. ഇത് സത്രമാണല്ലോ, വരുന്നവരെയൊക്കെ കയറ്റി പൊറപ്പിക്കാൻ. വണ്ടി നിറക്കി വിടാൻ ഞാൻ പഠിച്ച പണി 18 നോക്കിയാ. അല്ല പോലെ കയറി പിടിച്ചിരിക്ക. മോന്ത നോക്കി ഒറ്റ തൊഴി വെച്ച് കൊടുക്കാൻ. പാവം കുട്ടിയാ പെങ്ങളെ, നമുക്കിവിടെ എന്തെങ്കിലും ഒരു കുട്ടി കരയൊന്നും വേണ്ട, ഇവിടെ നിന്നോളൂ. എന്താ ഇതിന്റെ ജാതി? നമ്മുടെ ജാതി തന്നെ. അതും പറയാൻ ചേട്ടൻ അങ്ങനെ അറിയാം. ഞാനൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അച്ഛൻ ഗോവിന്ദൻ നായര്, അമ്മ അവൻ ചോക്കുട്ടി. നീ മോടക്കൊണ്ടൊക്കെ കേട്ടോ. കണ്ടിട്ട് കുടുംബത്തിൽ പറഞ്ഞ ലക്ഷണമൊക്കെ ഉണ്ട്. ഇവിടെ അകത്തൊരാളിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. കുട്ടി വന്നോളൂ. ആ പിന്നെ ഇങ്ങനെ ഓരോ ചന്തയ്ക്കും കള്ളു കുടിച്ച് ഓരോ പ്രശ്നമാണ്. ഒന്നുകിൽ നീ കള്ളുകുടി നിർത്തണം, ഇല്ലെങ്കിൽ ചന്തയ്ക്ക് പോക്ക് നിർത്തണം. അയ്യോ എന്റെ പൊന്നു പെങ്ങളാണ് ഞാൻ. വേണ്ട വേണ്ട വേണ്ട, നീ സത്യം ചെയ്തേ എനിക്ക് എന്റെ തല ഇപ്പൊ പൊക്കാൻ വയ്യാണ്ടായി. മണിക്കുട്ടാ നീ ഇങ്ങനെ വന്നേ. നീ ചുമ്മാതിരി. നീ ഇവന്റെ തലേ കൈവച്ചേ. വേണ്ട 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 വേണ്ട. കൈ വെക്കാൻ കുടിക്കില്ല എന്ന് പറ. ഇനി മേലെ കുടിക്കില്ല. എന്തോന്ന്? കള്ള്. ഇനി ഇവനെങ്ങാനും കുടിച്ച നിന്റെ തലയിലായിരിക്കും ഇടുത്തി വീഴുക, ഓർത്തോ. കുട്ടി വന്നോളൂ. ചേട്ടാ എന്റെ തല എനിക്ക് അത്ര ചിരിയൊന്നും വരുന്നില്ല. क्या दोस्त रहा? ചീട്ടി തകർത്ത് കൂടെ. என்ன இங்க தட்டேன்னு ഇത് കാളയല്ല, ആനയാ. ഒരാനയല്ല, അഞ്ചാന. അഞ്ചാനന്റെ പണിയെടുക്കുന്ന ഇരുമ്പങ്കാള, കാറ്റാൻകുറിച്ചിക്കാള, മാടമ്പി ശ്രീകൃഷ്ണൻ തമ്പുരാന്റെ മുത്തുക്കാള. വായി തുറന്ന് നോക്കി മൈതാനം പോലത്തെ നെറ്റി കണ്ടോളി, പല്ല് കണ്ടോളി, 8 പല്ല് കണ്ടോളി. നിനക്കണ പൊണ്ണു എന്നെ കിടക്കിൽ. പക്ഷെങ്കില് കർക്കിടകക്കാറ് പോണവരെ ഈ കാര്യം ആരോടും മിണ്ടണ്ട. എന്താ വാവ് കഴിഞ്ഞാല് പൊന്നും പണ്ടൊക്കെ വാങ്ങിച്ചോളി. പക്ഷെങ്കില് പൊണ്ണു കിട്ട പോലും വാ കൊണ്ട് മിണ്ടണ്ട. പ്രശ്നം കൊണ്ടാവും മിണ്ടുന്നേ. എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ എഴുതി ചോദിച്ചോളി. താത്തമ്മ അങ്ങനെയാണ് പറയണത്. ഇപ്പൊ പുറത്തറിഞ്ഞാല് തമ്പുരാൻ നിനക്കിന് പൊണ്ണ് വേറെ കേക്ക് പോവും. അത് ശരി, അവളുടെ വീട്ടുകാർക്ക് അത്ര താല്പര്യം കാണില്ല. തത്തമ്മ പറഞ്ഞു, ഇമ്മയ്യ പറഞ്ഞു. താത്തമ്മ പറഞ്ഞല്ലോ അച്ഛട്ട തമ്പ്ര. ഞാനോട് പറഞ്ഞല്ലോ മുറക്ക് നടന്നിരിക്കണ. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. കായത്തിലുണ്ടല്ലോ അല്ലയോ കൂട്ടിയച്ച നമ്മുടെ മംഗലത്തിന് വേണം. ഈ കാശ് വേണമെങ്കിൽ നീ തമ്പ്രാനെ അങ്ങേരുടെ തമ്പ്രാൻ തത്തേന്റെ അടുത്തുണ്ട്. സത്തേ ആ തിമ്മയ്യന്റെ തത്ത. തത്ത പിന്നെയും പറഞ്ഞു നമ്മളെ മംഗലം നടക്കും. എന്താ പറയണെന്നറിയാം. ചുന്ദരി वो നിന്ന് ചെറുകാതെ പൊടി. പലരും കേട്ടാ ചുന്ദരനും ചുന്ദരി. എന്താടാ ഒരു ശൃംഗാരം? ഇതങ്ങ് ഉറപ്പിക്കട്ടെ. അയ്യടാ എനിക്കങ്ങ് വേണ്ട. അവക്ക് എന്താണ് ഒരു കുറവ്? എന്താ കാത്തുവേട്ടത്തേക്ക് ഒരു കുറവ്? അവളുടെ കാര്യം മിണ്ടിപ്പോരുന്ന് പല പ്രാവശ്യം ഞാൻ എന്നാൽ പറഞ്ഞു. ഈ കാര്യം മിണ്ടരുത്. ഇത് മിണ്ടി അത് മിണ്ടും, ഇത് മിണ്ടായിരുന്നു അത് മിണ്ടൂല, അത്ര തന്നെ. എന്നാ കാശ് പൊടി. അപ്പക്കാളെ എവിടെ? ആ
डाई कर रहे हैं ദേ, സിന്ദൂര പൊട്ടു തൊട്ട് ചിങ്കാര കൈയും വീശി ഇന്നെന്റെ മുന്നിലൊരു ശ്രീകൃഷ്ണൻ ഇരുന്നു വന്നു. എന്ത് കോപ്രായാ നീ കാട്ടുന്നേ? ഞാനും ഈയിടെയായിട്ട് ശ്രദ്ധിച്ചു, നടപ്പിനൊക്കെ ഒരു ഗമയുണ്ട്. യു ചേട്ടന്റെ കൊമ്പന്തി, ചേട്ടന്റെ കൊമ്പന്തി. കൊമ്പ് പഴയ കൊമ്പൊക്കെ മുറിച്ചു കളഞ്ഞു. പുതിയ ഒരു പൂങ്കൊമ്പെ പിടിക്കാനുള്ള ആലോചനയില. തെളിച്ച് പറയടാ. നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഞാൻ ഇതുവരെ സാധിച്ചു തരാറുണ്ടോ? നീ ഒരു പെണ്ണ് കെട്ടുന്നതൊഴിച്ച് അതല്ലേ ഉള്ളൂ. എന്നാലും നീ അക്കാര്യം പറഞ്ഞ് പെങ്ങള് പിണങ്ങണ്ട. ആയിക്കളയാ. എന്റെ ഭഗവതി, ഞാൻ എന്തായി കേക്കണേ? എനിക്ക് നീ ഒന്നും തരണ്ട. ആഘോഷിക്കണം. എന്ത് വേണേലും വായിക്കോ. ആട്ടെ, ഏതാ പെണ്ണ്? പെണ്ണും പെടക്കോഴിയൊക്കെ കർക്കിടകം കഴിഞ്ഞിട്ട് പറയും. ശുഭകാര്യങ്ങൾ ചിന്തിക്കാൻ പോലും കൊള്ളാത്ത സമയമായത് അതാ. തീരുമാനിച്ചല്ലോ, അത് മതി. മണിക്കുട്ട, അടുത്തുള്ള നിന്റെയാ? എന്റെ ചിന്നോളുടെ കഴിയട്ടെ. അത് ഞാൻ നോക്കിക്കോളാം. അവള് എന്റെ പെങ്ങളാ. നീ നിന്റെ കാര്യം മാത്രം പറഞ്ഞാ. തമ്പ്രാൻചേട്ടന്റെ കൈ കൊണ്ട് ഒരു താലികെട്ട് കണ്ടിട്ട് ഞാൻ എന്റെ കാര്യം ചിന്തിക്കുള്ളൂ. ഞാൻ തമ്പാട്ടിയമ്മോട് വാക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലേ മേ? അതെ, അവൻ പറഞ്ഞതാ ശരി. ഇപ്പൊ തന്നെ പറച്ചിക്കാവി बोला तो पता ही नहीं है कि उसको पता उसी लड़की से करना चाहता शादी അയ്യടാ, അയ്യേ, അയ്യേ. ഇങ്ങ് വരി. ഏതാ പെണ്ണ്? കർക്കിടകം കഴിയട്ടെന്നാ പറഞ്ഞേ. ആര് പറഞ്ഞു? തിമ്മയ്യൻ. അയാള് പറഞ്ഞ തത്തയും അയാൾ പറഞ്ഞ ഏത് കാര്യമാണ് നടന്നിട്ടുള്ളത്? ഏത് കാര്യമാണ് നടക്കാതിരുന്നിട്ടുള്ളത്? അല്ല, ഏത് കാര്യമാണ് നടന്നിട്ടുള്ളത്? ഇടാ, കഴിഞ്ഞ പൊങ്കലിന് അയാള് പറഞ്ഞ കാളയെ മേടിച്ച് കെട്ടിയോണ്ടല്ലേ നമ്മുടെ കെട്ടി ജയിച്ചത്. അയാള് കരിമ്പ് നട്ടോളാൻ പറഞ്ഞ കൊല്ലം ബാക്കിയുള്ളവരുടെ നെല്ല് മുഴുവൻ മുഞ്ഞു നിന്ന് പോയില്ലേ? അയാളുടെ വാക്ക് കേൾക്കാതെ മേടിച്ച് കെട്ടിയ 3 സിന്ധി പശുക്കൾ ദീനം വന്ന് ചത്തുപോയില്ലേ? തിമ്മയ്യൻ പറഞ്ഞ അച്ചട്ട. അപ്പൊ ഈ പെണ്ണിന്റെ പേരെന്താ പറഞ്ഞേ? പെണ്ണ് കർക്കിടകം കഴിയട്ടെ. എന്നാ കഴിയട്ടെ. പെണ്ണിനെ എനിക്കറിയാലോ. പേരിന്റെ ആദ്യത്തെ അക്ഷരം പറ. के ചെറിയ കായോ വലിയ കായോ? നീളമുള്ള എല്ലാവർക്കും അറിയാലോ. കാത്തു ചേച്ചി ചമ്മന്തി ഇട്ടലുണ്ട്. വായിക്കുന്ന ബയറേണ്ട ചമ്മന്തി ഞാളരച്ചതാ. ഇഷ്ടാവും. വീട് വരെ ഒന്ന് പോയിട്ട് വരാം. പെങ്ങളുടെ കാര്യം ഒന്ന് ഉറപ്പിക്കാം. ആ പെണ്ണിന്റെ കുഴച്ചിലിത്തിരി അധികമുണ്ട്. 1-2 ദിവസമായി ഞാൻ നോക്കുന്നു. അതിന് നിനക്കെന്താ? എനിക്കൊന്നുമില്ല. പിന്നെ മടങ്ങുമ്പോ ഒരു സാധനം കൊണ്ട് തരൂ. എന്താ? കുറച്ച് കരിവിള. കരിവിള ഇട്ടാ കല്യാണം വേഗം വരുന്ന ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ഇനി അതില്ലാത്ത എന്റെ ഒരു കുറവേ ഉള്ളൂ. എനിക്ക് വേറെ പണിയുണ്ട് പെണ്ണെ. ഞാൻ നിന്റെ ബാല്യക്കാരനൊന്നുമല്ല. ഞാനൊരു വഴിക്ക് പോകുന്നുണ്ടൊന്നും പറയുന്നില്ല. എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. എന്ത് പറ്റി? ഒന്നുമില്ല. മടങ്ങി വരുമ്പോ ഇത്തിരി കരിവിള വാങ്ങിട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതിനായി തുള്ളല്. തനി കാട്ടുപോത്ത്. അതെന്താ ഇതൊക്കെ എന്നോട് എന്താണ് കിണിക്കുന്നേ? നീ വല്ലതും കണ്ടോ? ഞാക്ക് കാണാൻ പറ്റിയില്ല. തമ്പ്രാൻ കണ്ട? എന്ത്? ഓള് തുണി അയക്കുന്നത്. എടാ, ഞാൻ അവളുടെ മുറിയിൽ ഒളിഞ്ഞു നോക്കി നീ ആരോടും പറയണ്ട കേട്ടോ. കേട്ടോ? ഞാള് കേട്ട്. എന്ത്? തമ്പ്രാൻ മംഗലം കഴിക്കാൻ പോണു. ഓളാണല്ലേ പെണ്ണ്. നീ കൂടുതൽ കിന്നരിക്കൊന്നും വേണ്ട. പൈസ വല്ലതും വേണം? പൈസ ഒന്നും വേണ്ട. പിന്നെ ഒരു പഴയ കുപ്പായം ഇടണമെന്ന് തമ്പ്രാന്റെ വലിയ പുതിയുണ്ട്. ആ, ഞാൻ തമ്പ്രാനോട് പറഞ്ഞോളാം, മേടിച്ചോ. ഇതെങ്ങാനും പുറത്തറിഞ്ഞാൽ ചാട്ടയ്ക്ക് വീക്കും ഞാൻ. ആ, എന്റെ മനസ്സിലെ കുരുത്തോല പന്തലിൽ നമ്മൾ ഒന്നാവുന്ന നാളും കാത്ത് കഴിയാണ് ഞാൻ. 1000 മുത്തങ്ങൾ കൊണ്ട് പൊതിഞ്ഞ ഈ കരിവളകൾ ഇതണിഞ്ഞ് നിന്നെ താളമേളങ്ങളുടെ ഉത്സവമായിരിക്കും എന്റെ മനസ്സിൽ. നിന്റെ ശ്രീകൃഷ്ണേട്ടൻ. Casino comedy. इसने देख लिया।
വളയും മാലയും കൊടുത്താലൊന്നും ആ പൊണ്ണിന്റെ മനസ്സ് മാറില്ലെന്നാ തത്ത പറയുന്നത്. എന്നാ പിന്നെ ഞാക്കോളം മംഗലം കഴിക്കാൻ വേറെന്താ ബൈന്ന് തത്തയോട് ചോദിക്കടോ. ഇമ്മയ്യന്റെ കണ്ണി കാണുന്ന വെച്ച് നോക്കിയാല് നേരായ വഴിക്ക് ഒന്നും നടക്കില്ല. ബൈ കുറച്ച് വളഞ്ഞാലും ഞാക്കോളം മംഗലം കഴിക്കാൻ പറ്റിയാ മതി. അതിനൊരു വഴിയേ ഉള്ളൂ. ഈ നാട്ടിൽ കല്യാണം കഴിക്കാത്ത ആണുങ്ങളോട് നീ എന്ന് പറ അവളെ കെട്ടരുതെന്ന്. അങ്ങനെ ആരെയും കിട്ടാതാവുമ്പോ അവള് നിന്നെ കെട്ടും. ഈ തത്തക്ക് എന്ത് വില വരൂ? തത്തയെ വിൽക്കില്ല, ഇമ്മയ്യന്റെ കുഴപ്പ. വിൽക്കണ്ട, ഞാളിതിനെ കൊന്നാൽ എത്ര പൈസ തരണമെന്ന് അറിയാനാ. ഇഞ്ഞീന്റെ തത്തയും കൂടി ഞാളെ പെണ്ണിനോട് ഓരോ വേണ്ടാതീനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൊന്ന് പൊട്ടക്കുളത്ത് താക്കുന്ന നായെ. Oh, तो वो चूड़ियां भी तोड़ दी उसने। പറഞ്ഞ സാധനം എന്താ ഇത്? കരിവള. ഇനി ये भी लाइए। കല്യാണം കളവാണോ എന്ന് പറഞ്ഞല്ല. എന്തായാലും വാങ്ങിട്ട് വന്നില്ലേ, എന്റെ കയ്യിലൊന്ന് ഇട്ട് തന്നൂടെ? എന്നിട്ട് വേണം ആരെങ്കിലും കണ്ടിട്ട് അമ്മ 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 അമ്മ. കാർത്തുമ്പി, നീ അമ്പലത്തിലേക്ക് വരുന്നെങ്കിൽ വേഗം വന്നോളൂ. अभी सोच रहे मेरी लाइव चूड़ियां पहनी। कैसे खुश हो रहा? തുമ്പിയുടെ കൈക്ക് നല്ല ചേർച്ച. ഇത്രയും ചന്തം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോ കണ്ടുല്ലേ, ഇതൊക്കെ വാങ്ങിയിട്ട് വരാമെങ്കില് കയ്യിലൊന്ന് ഇട്ട് തന്നാലെന്താ? ഒരു മൊരടനാ. മരണനാണെങ്കിലും ഇഷ്ടല്ലേ? ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പറയോ? മൊരടനായിട്ടൊന്നും അല്ല തുമ്പി, സമയമായിക്കോട്ടെ എന്ന് കരുതിട്ടാ. പിന്നെ എന്തിനാ കരിവള? അസല് പൊന്നുമ്പളായിട്ട് തരില്ലേ. കർക്കിടകം കഴിയുന്നവരെ ഒന്ന് കാത്തിരുന്നാ മതി, കല്യാണം ഇങ്ങ് ഓടിയെത്തും. कुछ भी